പത്തനംതിട്ടയിൽ യുവതി ക്രൂര ബലാത്സംഗത്തിനിരയായെന്ന് പരാതി. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന 28-കാരിയെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ പീഡിപ്പിച്ചെന്നാണ് പരാതി. യുവതിയെ ജ്യൂസ് നൽകി മയക്കിയ ശേഷം പീഡനത്തിനിരയാക്കി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് ദൃശ്യങ്ങൾ കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പരാതി. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. അതിനു മുമ്പ് പരാതിയിലേക്ക് പോകുന്നു. സ്ഥിരമായിട്ട് ഓട്ടം വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ പുള്ളിക്കാരനെ. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോകാനുള്ള ഓട്ടം വിളിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ പേഴ്സും ലൈസൻസൊക്കെ വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൽ എൻ്റെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് ജ്യൂസ് എനിക്ക് വെള്ളം തന്നു, ജ്യൂസ് കലക്കി തന്നു, അങ്ങനെ ടാങ്ക് കലക്കി. അപ്പോൾ അത് കുടിച്ച ശേഷം എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് ബോധം വന്നപ്പം എനിക്ക് ശരീരമായിട്ടൊന്നിങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം അത് പറഞ്ഞ് സംസാരം ഉണ്ടായി. പിന്നെ ഇത് ഇനി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൊന്നു കളയെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാനങ്ങനെ അത് സംസാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെച്ച് തന്നെ പിന്നെ എന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, റൂം എടുക്കാനും അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പം ഞാൻ വീട്ടിൽ പറയുമെന്ന് പറഞ്ഞു, പുള്ളിക്കാരൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഭാര്യനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ടാങ്കർ ലോറി ഓടിക്കുന്നത് മിൽമേലെ. അപ്പോൾ ആ വണ്ടി റോഡിലിട്ട് തന്നെ അടിച്ച്. എന്നിട്ട് പിന്നെ പുള്ളിക്കാരെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് കഴുത്തെ കയറൊക്കെ മുറുക്കി കമ്പിയൊക്കെ വടി വെച്ചൊക്കെ അടിച്ച്. എന്നിട്ട് പറഞ്ഞ് ഇതും പറഞ്ഞ് പ്രശ്നത്തിന് പോകല്ലെന്നൊക്കെ പറഞ്ഞു. പ്രശ്നത്തിന് പോയി കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് ഈ യുവതി പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും വാർത്തയുടെ വിവരങ്ങളാണ് ഇപ്പോൾ 24-ലൂടെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതി ശിവരാത്രിയുടെ അന്നാണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള 28 വയസ്സുകാരി ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന 3 കുട്ടികളുടെ അമ്മയായിട്ടുള്ള യുവതിയെ, ആ യുവതിയുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന ഒരാൾ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയത്. ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്ന ഈ യുവതിയുമായിട്ട് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി അടുപ്പത്തിലാവുകയും ഈ പെൺകുട്ടിയെ സൗഹൃദം നടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ജ്യൂസ് നൽകി മയക്കി കിടത്തിയ ശേഷം ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളി മൊബൈലിൽ പകർത്തുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് പലതവണ പല സ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കി എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പെൺകുട്ടി ആരോപണമായിട്ടും പരാതിയായിട്ടും ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തെ തുടർന്നുകൊണ്ട്, അതായത് ഫെബ്രുവരി മാസം 15-ാം തീയതി നടന്ന സംഭവം ആദ്യമായിട്ട് നടന്നതാണ്. അതിന് പിന്നീട് പല സ്ഥലങ്ങളിൽ, അതിനുശേഷം പല സമയങ്ങളിലായിട്ട് ഈ പെൺകുട്ടിയെ ഇയാൾ പലതവണ പല സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ സഹിക്കവയ്യാതെ ഈ പെൺകുട്ടിയെ പലതവണ ആദ്യത്തെ പീഡനത്തിന് ശേഷം പലതവണ പീഡനത്തിന് ഇരയാക്കിയത്. ഇത് പുറത്തു പറഞ്ഞാൽ കൊല്ലും, തൻ്റെ കൂടെ വന്നില്ല എങ്കിൽ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടും, അല്ലെങ്കിൽ മറ്റു പല ആളുകളെയും കാണിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തിയായിരുന്നു. പിന്നീട് പലതവണ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയത്. ഒടുവിൽ ഈ പെൺകുട്ടി സഹിക്കവയ്യാതെ ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള വിനോദിന്റെ ഭാര്യയോട് വിവരങ്ങൾ അറിയിച്ചു. ഇതിൽ പ്രകോപിതനായിട്ടുള്ള ഈ പ്രതി ഈ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് വെച്ച് താൻ ഓടിക്കുന്ന ടാങ്കർ ലോറിയിൽ, ഇവിടുത്തെ ഒരു സ്ഥാപനത്തിലെ ടാങ്കർ ലോറി ഓടിക്കുന്ന ആൾ കൂടിയാണ്, അവിടുന്ന് ഈ ടാങ്കർ ലോറിയിൽ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് ഈ നട റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. നാട്ടുകാർ കണ്ടതോടുകൂടി ഈ പെൺകുട്ടിയെ ടാങ്കർ ലോറിയിലേക്ക് വലിച്ചു കയറ്റി ആ ടാങ്കർ ലോറി വെച്ച് വായൊക്കെ മൂടിക്കെട്ടി കയർ കൊണ്ടും തുണി കൊണ്ടുമൊക്കെ അതിക്രൂരമായിട്ട് പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ സംഭവത്തിന് എന്തായാലും ഈ അതിജീവിത സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിനും പരാതി നൽകി. ഇത് അടൂർ പോലീസിലെത്തി ഇന്ന് രാത്രിയോടുകൂടി ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രതിയെ നിലവിൽ പിടികൂടിയിട്ടില്ല. ഈ പ്രതിയെ എത്രയും വേഗം പിടികൂടണം എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇനിയൊരവസ്ഥ ഇനി മറ്റൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതേസമയം നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്ന 3 പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള ഈ യുവതിയെ ഈ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്, അതായത് ഈ പെൺകുട്ടി മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലിക്കോ അല്ലെങ്കിൽ മറ്റു പല ആശുപത്രിയിലേക്കോ ഒക്കെ പോകണമെങ്കിൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഓട്ടോയിൽ വിളിക്കുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടിയോട് വിവാഹിതനായിട്ടുള്ള ഈ പ്രതി പലതവണ ഈ പെൺകുട്ടിയോട് അടുപ്പം കാണിക്കുകയും ഈ പെൺകുട്ടി വിവാഹം നൽകാം അല്ലെങ്കിൽ വിവാഹം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി
ഈ പെൺകുട്ടിയെ പല സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ഈ പെൺകുട്ടി അവസാനം ഇയാൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കണ്ട് ഈ പെൺകുട്ടി ഈ പ്രതിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വിനോദിന്റെ ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞതോടുകൂടി പ്രതി പ്രകോപിതനാകുകയായിരുന്നു എന്നുള്ള കാര്യവും ഈ പെൺകുട്ടി പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.